ഖുർആനിൽ പലയിടത്ത് ഹൃദയം മുദ്ര വച്ചിരിക്കുന്നതിനാൽ കാര്യം അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്നുണ്ട്. എന്നാൽ ശാസ്ത്രം തലച്ചോറാണ് ചിന്തയുടെയും മറ്റുമെല്ലാം കേന്ദ്രമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ്റെ ആ വാക്യങ്ങളെല്ലാം വിഡ്ഢിത്തമല്ല എന്നാണ് ഒരു യുക്തിവാദി ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ നിരവധി തവണ ഹിദായത്തുമായി ചിന്തയുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് അബദ്ധമാണ്, അതുകൊണ്ട് ഖുർആനിൽ അബദ്ധമാണ് എന്നാണ് യുക്തിവാദിയുടെ ചോദ്യം. ഇതാണ് ചോദ്യകർത്താവിൻ്റെ പ്രശ്നം. പലപ്പോഴും എനിക്ക് ഈ യുക്തിവാദികളുടെ അവസ്ഥ കാണുമ്പോൾ തമാശ തോന്നാറുണ്ട്. കാരണം ഞാനെല്ലാം ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് കടന്നു വന്ന കാലഘട്ടം മുതൽ കേൾക്കുന്ന ആരോപണമാണ് ഇത്. ആ ആരോപണം ഉന്നയിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു 4 നൂറ്റാണ്ട് മുമ്പത്തെ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ആ രംഗത്തുള്ള ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പഠനങ്ങളൊന്നും വായിക്കൂല, മനസ്സിലാക്കൂല. ഖുർആനിനെതിരിൽ കിട്ടുന്ന എല്ലാ ആയുധം എടുത്ത് പ്രയോഗിക്കുക, എത്ര മാത്രമേ ഉള്ളൂ. തലച്ചോറാണ് മനുഷ്യരുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ഖൽബുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശമുണ്ട്. ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം. 132 തവണ ഖൽബിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഖൽബ് നോലങ്ങൾ ഖുലൂബ് എന്നെല്ലാം. ഇവിടെ ഹിദായത്തുമായി വലാലത്തുമായി എല്ലാം ബന്ധപ്പെട്ട ഖൽബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 7-ാമത്തെ വചനത്തിൽ കുഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അള്ളാഹു അവരുടെ ഖൽബിന് സീൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ഖൽബ് ആണ് കുഫറിൻ്റെ അടിത്തറ, അവിശ്വാസത്തിൻ്റെ. അതേപോലെ തന്നെ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ തന്നെയുള്ള 10-ാമത്തെ വചനത്തിൽ, ബഖറയിലെ 10-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ ഖൽബിൽ ഒരു രോഗമുണ്ട്. അതേപോലെ തന്നെ ഖുർആനിലെ 8-ാമത്തെ അധ്യായം സൂറത്ത് അൻഫാലിലെ 2-ാമത്തെ വചനത്തിൽ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, വജ്ലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് കേട്ടാൽ ഭയപ്പാടുകൊണ്ട് വിറച്ചു പോകും. അപ്പോൾ വിശ്വാസവും ദൈവബോധവും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന് ചില കാര്യങ്ങളുണ്ട് എന്ന് തന്നെ ഖുർആൻ പറയുന്നു. ഇത് അബദ്ധമല്ലേ എന്നാണ് യുക്തിവാദിയുടെ ചോദ്യം. യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ പണി എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, 4 നൂറ്റാണ്ട് മുൻപെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഹൃദയത്തിന് കേവലം രക്തം പമ്പ് ചെയ്യുക എന്ന ജോലി മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ അവിടെ നിന്ന് ശാസ്ത്രലോകം കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്, യുക്തിവാദികൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും. അവരുടെ പഠനത്തിന് വേണ്ടി ഈ വിഷയത്തിൽ വേണമെങ്കിൽ പുതുതായി പുറത്തിറങ്ങിയൊരു പുസ്തകത്തെ നിർദ്ദേശിക്കാം. നവംബർ 2015 ആ പുസ്തകം പുറത്തിറങ്ങിയത്. സയൻസ് ഓഫ് ഹാർട്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഡോക്ടർ റോളിൻ മക്കാർത്തിയാണ് പുസ്തകത്തിൻ്റെ കർത്താവ്, PhD കാരനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള റിസർച്ച് സെൻറ്റർ തന്നെയുണ്ട്, ഹാർട്ട് മാത്ത് റിസർച്ച് സെൻറ്റർ എന്നാണ് പേര്, കാലിഫോർണിയയിൽ, അമേരിക്കയിലെ. അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ പറയുന്നത് തലച്ചോറിനെപ്പോലും സ്വാധീനിക്കുന്നത് ഹൃദയമാണെന്നാണ്. ആ ഗവേഷണങ്ങൾ 100% ശാസ്ത്രലോകം അംഗീകരിച്ചു എന്നൊന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അങ്ങോട്ട് ശാസ്ത്രലോകം പോവുകയാണെന്നാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ അടക്കം നേർക്കുനേരെയല്ലാതെ ഹൃദയം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഹൃദയമടക്കമുള്ള ശാരീരിക അവയവങ്ങൾ, ആ അവയവങ്ങളുടെ മുഴുവനും കൺട്രോൾ തലച്ചോറിനാണ് എന്നായിരുന്നു ഒരു കാലത്ത് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലായി ഹൃദയത്തിന് സ്വന്തമായൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അതിനിപ്പം നമ്മൾ വിളിക്കുക കാർഡിയാക് നെർവസ് സിസ്റ്റം എന്നാണ്. അതിന് സ്വതന്ത്രമായ ന്യൂറോണുകളുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട്, പ്രോട്ടീനുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ 1900കളുടെ തുടക്കം മുതൽ വിളിക്കുന്നത് തന്നെ ഹാർട്ട് ബ്രെയിൻ എന്നാണ്, ഹൃദയ മസ്തിഷ്കം. ഇത് ഖുർആൻ്റെ ആരെങ്കിലും വിളിച്ചതല്ല, മറിച്ച് കനേഡിയൻ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ആൻഡ്രൂ ആർമറാണ് ആ പേരാദ്യം വിളിച്ചത്, ഹൃദയ മസ്തിഷ്കം എന്ന്. കാരണം ഹൃദയത്തിന് സ്വന്തമായി തന്നെ സ്വയം ഭരണാധികാരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ന്യൂറോ കാർഡിയോളജി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്.
1994 ആ പുസ്തകം പുറത്തിറങ്ങിയത്. ഹൃദയവും തലച്ചോറും തമ്മിലുള്ള ബന്ധം ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് അതാണ്. ഹൃദയം തലച്ചോറിൻ്റെ പല പ്രവർത്തനങ്ങളെയും നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും ഡേവിഡ് മലോണിൻ്റെ ഒരു സയൻസ് ഡോക്യുമെൻ്ററി. ആ സയൻസ് ഡോക്യുമെൻ്ററിയിൽ ഓഫ് ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് എന്നാണ് ഡോക്യുമെൻ്ററിയുടെ പേര്. ഈ ഡോക്യുമെൻ്ററിയിൽ ഒരുപാട് ന്യൂറോളജിസ്റ്റുകളുമായി ന്യൂറോ സയൻറ്റിസ്റ്റുകളുമായി എല്ലാം തന്നെ ഇന്റർവ്യൂ ഉണ്ട്. അവരിൽ നല്ലൊരു ശതമാനം കരുതുന്നത് ഹൃദയത്തിന് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ സ്വാധീനമുണ്ട് എന്നാണ്. നിങ്ങൾ പരിശോധിക്കാം, ഹൃദയത്തിൽ തലച്ചോറും തമ്മിൽ വളരെ സവിശേഷമായ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നു. 4 തരം കമ്മ്യൂണിക്കേഷനുകളെങ്കിലും നടക്കുന്നുണ്ടെന്നാണ്. ഒന്ന് ന്യൂറോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ, നെർവസ് സിസ്റ്റത്തിലൂടെ. രണ്ടാമത്തേത് ബയോ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഹോർമോണുകളിലൂടെ. മൂന്നാമത്തേത് ബയോ ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ, പൾസ് വേവുകളിലൂടെ. നാലാമത്തേത് എനർജറ്റിക് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകളിലൂടെ. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് തലച്ചോറുമായി ഹൃദയം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൽ നിന്നുള്ള സിഗ്നലുകളാണ് തലച്ചോറിലെ അമിഗ്ദാലയിൽ ഭയം ഉൽപ്പാദിപ്പിക്കുന്നത്. പിൽക്കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചതാണ്. ഹൃദയത്തിൽ നിന്നാണ് ഭയം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സിഗ്നലുകൾ പോകുന്നത്. വജിലത്ത് ഖുലൂബുഹും, ഹൃദയം പേടികൊണ്ട് വിറക്കുന്നു. തലച്ചോർക്ക് നമുക്ക് ഭയം ഉണ്ടാകുമ്പോൾ അതിനുള്ള സിഗ്നൽസ് പോകുന്നത്. അത് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രഗത്ഭ ന്യൂറോ സയൻറ്റിസ്റ്റായ ഡേവിഡ് പാറ്റേഴ്സണിൻ്റെ പഠനങ്ങൾ പരിശോധിക്കുക. ഹൃദയത്തിൽ നിന്നുള്ള സിഗ്നലുകളാണ് തലച്ചോറിലെ അമിഗ്ദാലയിലെത്തിയിട്ട് നമുക്ക് എന്തിനോടെങ്കിലുമുള്ള പേടി ഉണ്ടാക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പുതുതായുള്ള പഠനങ്ങൾ ഹൃദയം സ്വയം തന്നെ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഹോർമോണുകളാണ് നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. ഹൃദയം ഉൽപ്പാദിപ്പിക്കുന്ന നാട്രിയൂററ്റിക് പെപ്റ്റൈഡ് എന്ന ഹോർമോൺ, ആ ഹോർമോണിന് ഒരുപാട് ഫങ്ഷനുകളുണ്ട്. അതൊന്നും പൂർണ്ണമായി ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ അടുത്താണ് ഹൃദയം ഓക്സിറ്റോസിൻ എന്ന സ്നേഹദ്രവം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ സ്നേഹ ഹോർമോൺ എന്നറിയപ്പെടുന്ന, റിലേഷൻഷിപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്ന, ബന്ധങ്ങളുണ്ടാക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഉള്ള പഠനം പുറത്തു വന്നത്. അപ്പോൾ ഹൃദയം തന്നെ അത് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹൃദയത്തിന് സ്വയം ഭരണാധികാരമുണ്ട്. ആ ഹൃദയം അത് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഹൃദയത്തിന് ഇത്തരം സ്വഭാവങ്ങളിലെല്ലാം പങ്കുണ്ട്. ഈ പങ്ക് വളരെ കൃത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റോളിൻ മെക്കാർത്തിയുടെ പുസ്തകത്തെക്കുറിച്ച്. റോളിൻ മെക്കാർത്തിയുടെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ സയൻസ് ഓഫ് ദ ഹാർട്ട് എന്ന ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥത്തിൻ്റെ സബ് ഹെഡിങ്ങായി അത് കൊടുത്തിട്ടുള്ളത് എക്സ്പ്ലോറിംഗ് ദ റോൾ ഓഫ് ദ ഹാർട്ട് ഇൻ ഹ്യൂമൻ പെർഫോമൻസ് എന്നാണ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങളിൽ ഹൃദയത്തിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള പഠനം. അതേ, ഹൃദയത്തിന് പങ്കുണ്ട്. അപ്പോൾ അതിലേക്ക് ശാസ്ത്രലോകം പോവുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ശരിയാണ്, ശരീരത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഹൃദയത്തിനാണെന്ന് ഖുർആൻ പറഞ്ഞില്ല. ശരിതെറ്റുകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിൽ നിന്നാണ് പ്രധാനപ്പെട്ട തീരുമാനം വരുന്നതെന്ന് ഖുർആൻ പറഞ്ഞു. ദൈവബോധവുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിൽ നിന്ന് തീരുമാനങ്ങൾ വരുന്നുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട്, ഭയവും വെറുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാം ഹൃദയത്തിൻ്റെ സിഗ്നലുകൾക്കനുസൃതമായിട്ടാണ് തലച്ചോറ് പ്രവർത്തിക്കുന്നത് എന്ന് ഇന്ന് ശാസ്ത്രലോകം പറയുന്നു. പക്ഷേ യുക്തിവാദി അറിഞ്ഞിട്ടില്ല. 4 നൂറ്റാണ്ട് മുമ്പത്തെ വിവരവും വെച്ച് ഖുർആനിനെതിരെയുള്ള ആയുധം മൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. പഠിക്കുക, മനസ്സിലാക്കുക. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദൈവനിഷേധത്തിന് മാത്രമുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നതിന് പകരം സത്യാന്വേഷണത്തിനുള്ള, പഠനത്തിനുള്ള വലിയൊരു മാർഗമായി ഉപയോഗപ്പെടുത്താൻ അത്തരം സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ.